ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജ് ആണ്. പക്ഷെ അത് മീനിലാണ് ചെയ്യാൻ പോകുന്നത്, വളരെ എളുപ്പത്തിൽ. ഇതേപോലെ റെസിപ്പി നമ്മൾ ചിക്കനിൽ ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഫിഷിൽ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാറും വൈഫുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അഖിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഖിൽ ഭയങ്കര ഒരു ഫുഡിയാണ്. അന്നേരം പുള്ളി കഴിക്കാത്ത, എനിക്കൊന്ന് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാത്ത, പോയി ചെന്ന് സ്വാദുള്ള മിക്ക ഭക്ഷണവും അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നത്തിനാ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സെയിം സാധനം ചെയ്യുന്നവർ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ തീരുമാനിച്ചതാ ഈ ഒരു എന്താ പറയുക, ഫിഷിൻ്റെ ഐറ്റം. ഇത് ഒത്തിരി എളുപ്പമാണ്. ഇത് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് മടി പിടിച്ചിരിക്കുന്ന നേരത്താണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റമായത്. പക്ഷെ ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു. എന്നാലും ഇതൊരു പേര് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഇനി എൻ്റെ ഫസ്റ്റിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് റിച്ച് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ളൊരു ഡിഷായത്. അതിന് വേണ്ടിയ സാധനങ്ങൾ, ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ. ഓപ്ഷൻസ് ഞാൻ തരാം. ഒലീവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ റിഫൈൻഡ് ഓയിലായാലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടറാ. ഉപയോഗിക്കുന്നത് ഏത് ബട്ടറാണോ അതനുസരിച്ച് നമ്മുടെ കറിയിൽ ഉപ്പ് കുറച്ചോണം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി. ഇത് കുറച്ച് നെമ്മീനാണ് മേടിച്ചേക്കുന്നത്. ഇത് ഫിഷ് ഫിംഗറൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ ആ ഷേപ്പിനാണ് കട്ട് ചെയ്തേക്കുന്നത്. അതല്ല സാൽമൺ കിട്ടുവാണെങ്കിൽ അത് മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് മതി. ഇതല്ലെങ്കിൽ ദിശ കെട്ടിയുള്ള ഏത് മീനായാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി. അത് ഒരു വലിയ വെളുത്തുള്ളിയില്ലേ, അന്നേരം അതിനാണേലും ഒരു 3 കഷ്ണമൊക്കെ എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒരുപാടൊന്നും വേണ്ട, ഒരു 2 3 മാക്സിമം മതി. ഇത് കുറച്ച് ചെറി ടൊമാറ്റോസാ. ഈ ചെറി ടൊമാറ്റോ തന്നെ വേണമെന്നില്ല, സാധാ ടൊമാറ്റോ ആയാലും മതി. പക്ഷേ ചെറി ടൊമാറ്റോ ആണെങ്കിൽ അത് നമ്മൾ കിടക്കുന്ന കാണാനായിട്ട് ഒരു ഇച്ചിരി ഭംഗിയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് സ്പിനാച്ച. ഇത് ബേബി സ്പിനാച്ചാണ് മേടിച്ചേക്കുന്നത്. വലിയ സ്പിനാച്ച ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതും നല്ലതാ. അത് കിട്ടുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബേബി സ്പിനാച്ച് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചീരയില്ലേ, ആ ചീര ചേർത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്. അപ്പം ഇനി വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീമിന് പകരം ഞാൻ എന്ത് പറയാനെന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്നാലും ഫ്രഷ് ക്രീം മേടിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് ചീസാണ്. ചീസ് പലതരമുണ്ട്. അത് നമുക്ക് ഏതാന്ന് വെച്ചാൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ചീസ് മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണേ. പിന്നെ ഇത് കുറച്ച് പാസ്ലയാണ്. അത് ഫ്രഷ് ആവാം, ഡ്രൈ ആവാം, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതാന്ന് വെച്ചാൽ അതേപോലെ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എപ്പോഴും പറയുന്ന പോലെ മിക്സ്ഡ് ഹെർബ്സും ക്രീമും ഇതും മതി. ഏതാ, ചീസും. ഇത് 3 ഉണ്ടെങ്കിൽ ഫോറിൻ ഡിഷസ് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ നോക്കും. അതേപോലെ ചൈനീസ് ഉണ്ടാക്കണമെങ്കിൽ 3 സോസസ് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫോറിൻ ഡിഷാണ്. മസാലാസ് ഒന്നും അധികം വേണ്ട. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം അടുപ്പൊന്ന് കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മുടെ മീനൊന്ന് മാരിനേറ്റ് ചെയ്യണേ. ഒരുപാട് ബഹളവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, മീൻ, ഇത്രയേ ഉള്ളൂ. ഉപ്പുള്ള ബട്ടറാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്. ഒത്തിരി അങ്ങ് ഇടണ്ട, കാര്യം നമ്മൾ ഗ്രേവിയിലും കൂടെ ഇച്ചിരി ഇടാനുള്ളതാണ്. ഈ മീനിന് പിടിക്കാനുള്ള ഉപ്പും കുരുമുളകും. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചീനച്ചട്ടിക്കകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴത്തേന് കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ട്, അതായത് ഒലീവ് ഓയിലിനെക്കാട്ടിലും കുറച്ച് ബട്ടർ മുന്നിൽ നിന്നാൽ ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അതായത് മിൽക്ക് പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാന്നേലില്ലേ, കുറച്ച് ടേസ്റ്റ് ഇങ്ങനത്തെ ഡിഷസിന് കുറച്ച് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ. എന്നാൽ നമ്മുടെ എന്നാ പറയുക, മീൻ അങ്ങ് അടി പിടിച്ച് പോകാനും പാടില്ല. ഇച്ചിരി എണ്ണമയം ചീനച്ചട്ടിക്കകത്ത് ഇല്ലേലേ മീനെല്ലാം ഒട്ടിപ്പിടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബട്ടറും. മീനിന് അങ്ങനെ ഒരുപാട് നേരം മാരിനേഷൻ പിടിക്കണം
അങ്ങനെയൊന്നും ഇല്ല ഇതിന്. പക്ഷെ കുറച്ചു നേരം വെച്ച് പെരട്ടി ഫ്രിഡ്ജിയൊക്കെ വെക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ലതാ. അപ്പം ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം തന്നെ അങ്ങ് വറുക്കാനിടുക. പിന്നെ ബാക്കി നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് ഇതിന് ഒത്തിരി മസാല ഇല്ലാത്തതുകൊണ്ടില്ലേ ഞാൻ അങ്ങനെ ഒത്തിരി നിർബന്ധിക്കത്തുമില്ല ഇന്ന് തന്നെ വെക്കണം അതായതാന്നൊന്നും. ഓക്കെ, മീനിന്റെ ഈ വറക്കുന്ന പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറക്കില്ല, ചോറിനൊക്കെ മീൻ വറക്കുന്ന പോലെ ഒന്നും ആവത്തില്ല. ഈ പറഞ്ഞ പോലെ ലൈറ്റ് ബ്രൗൺ ആവണം രണ്ട് സൈഡും, അത്രേ ഉള്ളൂ. ഒരിച്ചിരി മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവിയിലൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെയല്ലേ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പൊ ഇതിനകത്ത് ഒരു മീനിന്റെ പരുവം കറക്റ്റാ. അത് നോക്കുവാന്നേലും അറിയാം എന്നിട്ട് ഈ ഒരു പരുവം മതി. അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുകയല്ലേ, അത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട. ഇതിന്റെ ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊരു മുള്ളിന്റെ കഷ്ണം, അപ്പൊ അത് ഇതിനകത്ത് ഇട്ടാൽ ശരിയാവുകയല്ല. ബാക്കി കറി വെക്കാം. ഓക്കെ, നമ്മുടെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞു. പക്ഷെ എൻ്റെ ചൈനച്ചട്ടി കണ്ടു കഴിഞ്ഞാൽ മഹാബോറ. എന്നാന്ന് വെച്ചാൽ മുഴുവൻ കരിഞ്ഞ് പറഞ്ഞ് കിടക്കുക. അന്നേരം ഈ ഇതിലോട്ട് നമ്മൾ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുവാന്നേൽ ഈ കരിച്ചവയും കൂടെ നമ്മുടെ ആ ഫുൾ ഗ്രേവിയിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, പാത്രം അങ്ങ് മാറ്റി. എന്നേ ചൈനകത്തിരുന്ന എണ്ണ ഞാൻ പുതിയൊരു പാനിലേക്ക് ഒഴിച്ചു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ചൂട് ആയിട്ടിരിക്കുന്ന എണ്ണ തന്നെ അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി വെളുത്തുള്ളി, അതായത് ഞാൻ പറഞ്ഞില്ല 1-2 വെളുത്തുള്ളി, വലിയ മുഴുത്ത വെളുത്തുള്ളി ആണെങ്കിൽ 1-2 എണ്ണം ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇടുക. ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കാനായിട്ട് വേണമെങ്കിൽ ഞാനൊരു ഇച്ചിരി ബട്ടർ കൂടി ഇടുക. ഇനി അധികം ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയല്ല, ബട്ടർ മാത്രം. ഇതിനകത്തോട്ട് തന്നെ അതേപോലെ ചെറിയ ഉള്ളി ഒരുപാട് ഇടുകയല്ല, കുറച്ചേ ഇടത്തുള്ളൂ, 1-2. ഇത് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും അരിഞ്ഞതേ ഉള്ളൂ, അത്രയും വേണ്ട. ഇതൊന്ന് ഫ്രൈ ആവണേ. അതായത് ആ വെളുത്തുള്ളിയുടെയും ആ ഉള്ളിയുടെയും ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് മുഴുവനും ആ ടേസ്റ്റ് ആയി. ഇത് കഴിക്കേണ്ട കോമ്പിനേഷൻ ബെസ്റ്റ് ബട്ടർ റൈസ് ആണ്. അതിൻ്റെ കൂടെ നല്ലതാ, പിന്നെ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ നല്ലതാ, അങ്ങനത്തെ കുറെ കോമ്പിനേഷൻസ് ഇല്ലേ, അതാ ഏറ്റവും നല്ല ടേസ്റ്റ്. നമ്മൾ ഇതിനകത്ത് ഈ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയുടെ ഒരു മണം വരും, ഉള്ളിയുടെ ഒരു മണം വരും. ആ മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതാ അതിൻ്റെ ഒരു പരുവം. അല്ലാതെ മറ്റേ പച്ച വെളുത്തുള്ളിയുടെയും ആ ചെറിയ ഉള്ളിയുടെയും ഒരു മണമില്ലേ, ആ മണം ഒന്ന് മാറണം. എന്നാൽ ഇത് അധികം മൂത്ത് പോകാനും പാടില്ല. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് കുറച്ച് ടൊമാറ്റോ, ഈ ടൊമാറ്റോയ്ക്ക് പിടിക്കാനുള്ള കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർക്കുക. തീ ഒരല്പം കുറച്ചോളൂ. ബട്ടറിന് ഉപ്പുണ്ട്, എന്നാലും ഒരു ശകലെ. ഇതിനൊന്നും ഒരുപാട് വേവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒത്തിരി സ്പിനാച്ച് ഇടാൻ പോവാ. സ്പിനാച്ച് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കിടന്നങ്ങ് ചുരുങ്ങിക്കോളും. അത് വഴറ്റി അങ്ങ് ആക്കുമൊന്നും വേണ്ട.
എപ്പോഴും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന്, അതായത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും തീ നല്ല കുറച്ചിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് എരിവ് എന്ന് പറയുന്നതാണ് ഈ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്. അത് ആവശ്യമുള്ളത് എത്രയാന്ന് വെച്ചാൽ നമ്മുടെ എരിവിനനുസരിച്ച്. കുരുമുളകിൻ്റെ എരിവ് അറിയാലോ, അല്ലാതെ എരിവ് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കാൻ പോകും. ഇതിൻ്റെ കൂടെ തന്നെ ഫിഷും ചേർക്കണം. പക്ഷേ ഈ ഫ്രഷ് ക്രീം നല്ല തിക്കാണ്, അപ്പം ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുവാണ്. തീ ഒട്ടും കൂട്ടിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെയാ. ഇനി വേണ്ടത് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഫിഷ് അങ്ങ് ചേർക്കുക. അതിൻ്റെ വറുത്ത എണ്ണ, അതിൻ്റെ വെള്ളം എല്ലാം ഇല്ലേ, അതെല്ലാം. ശരിക്കും ആ ചെറിയ ടൊമാറ്റോസ് ഒക്കെ ഇച്ചിരി മേളിൽ കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമല്ലേ. ഇതിൻ്റെ കൂട്ടത്തിലാന്നു ചീസ് ഇടണം. അപ്പോൾ ചീസ് കുറച്ച് നമുക്ക് സ്ലൈസ് ചെയ്തിടാവേ. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഈ ചീസും കൂടെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാലേ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി സമയം, എന്നെ സംബന്ധിച്ച് മീൻ ഈ പറഞ്ഞ പോലെ വെന്തു ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് മീൻ എപ്പോഴും ഇച്ചിരി വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഒരു സമാധാനമാണ്. എനിക്കും അത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതും ഒന്ന് ആവുകയും ചെയ്യും, നമ്മുടെ ചീസൊന്ന് മെൽറ്റ് ആവുകയും ചെയ്യും. അതല്ല ഏറ്റവും നല്ല ബുദ്ധി. ചീസിനെ എല്ലാം ഒന്ന് തിളയ്ക്കുന്ന ഭാഗത്തോട്ട് അങ്ങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിന് വേണ്ട ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം കുറവുണ്ടെങ്കിൽ അങ്ങ് നികത്തിക്കോണം ഈ സമയത്ത്. അതായത് മീൻ ഒരുപാട് ഇട്ട് നമ്മൾ അങ്ങോട്ട് അതിനെ ഉപദ്രവിക്കേണ്ട, പക്ഷേ എന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനെത്തുകയും വേണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മല്ലിയിലയും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്ന പോലെയാണ് ഈ പാസ്ല ഇടുന്നത്. അത് നമുക്ക് ഫ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് മേടിച്ച് വെച്ചാലും മതി, അതായാലും കുഴപ്പമില്ല. എല്ലാ കറികളും ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ എബ്രോഡും ഒക്കെ ആക്കില്ല, എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഈ കറിയും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിലെ കറി ഇതാണ്. അപ്പോൾ ഇനി പരിപാടികളൊന്നുമില്ല. ഇതിൻ്റെ ഉപ്പ്, എരിവും, പുളി എല്ലാം ഒന്ന് പിടിക്കുക. ഉപ്പ്, എരിവ്, പുളിക്ക് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോസ് മാത്രമേ ഉള്ളൂ. ഉപ്പ്, ബട്ടറുണ്ട്, അല്ലാതെ ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്പൈസി അല്ല, ഇതൊരു മൈൽഡ് സ്പൈസിനെസ്സേ ഉള്ളൂ. അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് നമ്മുടെ ഏറ്റക്കുറച്ചുകൾ എന്നാന്ന് വെച്ചാൽ ചേർത്തോണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി മീൻ ഇച്ചിരി വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്ന ഒരു സമാധാനം എനിക്കും കൂടെ വേണമല്ലോ. അതുകൊണ്ട് ഇച്ചിരി നേരം അതും ഒന്ന് തിളച്ച് അതും സെറ്റാവും.